കേരളത്തിൽ പലതരം ട്രെയിനുകളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് സമ്പർക്ക്രാന്തി ട്രെയിനുകൾ. അതിനെക്കുറിച്ച് പരിചയപ്പെട്ടാലോ? ഹായ് സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കേരളത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ട്രെയിനിനെ കുറിച്ചാണ്, അഥവാ സമ്പർക്ക്രാന്തി എക്സ്പ്രസ്. ഇത് സൂപ്പർ ഫാസ്റ്റ് രൂപത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായും രാജ്യതലസ്ഥാനമായ ന്യൂഡൽഹിയുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ഈ ട്രെയിൻ ഓടുന്നത്. 2004-5 കാലഘട്ടത്തിലാണ് ഈ ട്രെയിൻ തുടക്കം കുറിച്ചത്. രാജധാനി എക്സ്പ്രസ് പോലെ തന്നെ വളരെ വേഗത്തിൽ പോകാൻ സാധിക്കുന്ന ഈ വണ്ടി AC കോച്ചുകൾ മാത്രമായിട്ടല്ല സഞ്ചരിക്കുന്നത്. സ്ലീപ്പർ കോച്ചുകളും ജനറൽ കോച്ചും ഉപയോഗിച്ചാണ് ഇത് സഞ്ചരിക്കുന്നത്. കുറഞ്ഞ സ്റ്റോപ്പുകൾ മാത്രമേ ഇതുണ്ടാവുകയുള്ളൂ. രാജധാനി ശതാബ്ദി ട്രെയിനുകളെ പോലെ ഉയർന്ന ടിക്കറ്റ് നിരക്ക് ഒഴിവാക്കിക്കൊണ്ട് ചെറിയ നിരക്കിൽ കേരളത്തിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ഡൽഹിയിലേക്ക് പോകാൻ വേണ്ടി സാധിക്കുന്ന ഒരു ട്രെയിൻ സെറ്റാണ് സമ്പർക്ക്രാന്തി എന്നത്. കേരളത്തിനും അത് ഒരു സമ്പർക്ക്രാന്തിയുണ്ട്, അഥവാ 122-17, 122-18 തിരുവനന്തപുരം നോർത്ത് അഥവാ പഴയ കൊച്ചുവേളിയിൽ നിന്നും ചണ്ഡീഗഡിലേക്ക് സർവീസ് നടത്തുന്ന ഈ ട്രെയിന് കേരളത്തിലെ സമ്പർക്ക്രാന്തിയാണെങ്കിലും ഏറ്റവും ലോങ്ങസ്റ്റ് ഓടിക്കൊണ്ടിരിക്കുന്ന സമ്പർക്ക്രാന്തി എക്സ്പ്രസ് എന്നുള്ളത് ഈ വണ്ടിയാണ്. അതുപോലെ തന്നെ ആദ്യത്തെ സമ്പർക്ക്രാന്തി എക്സ്പ്രസ് ഓടിയത് കർണാടകയിലെ യശ്വന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ്. 12-649 യശ്വന്തപുരം ജംഗ്ഷനിൽ നിന്നും ഹസ്രത്ത് നിസാമുദ്ദീനിലേക്ക് പോയ വണ്ടിയായിരുന്നു ആദ്യത്തെ സമ്പർക്ക്രാന്തി എക്സ്പ്രസ്. ഇത് ഓടിയത് 2004 ഫെബ്രുവരി 8-നാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ സമ്പർക്ക്രാന്തി എക്സ്പ്രസ് ഉള്ള ഒരു സംസ്ഥാനവും കർണാടക തന്നെയാണ്. പറഞ്ഞ പോലെ തന്നെ കർണാടകയിലെ 3 സമ്പർക്ക്രാന്തികളെ ഒന്ന് പരിചയപ്പെട്ടാലോ? 12-649, 12-650 എന്ന നമ്പറിൽ സർവീസ് നടത്തുന്ന കർണാടക സമ്പർക്ക്രാന്തി ആഴ്ചയിൽ 5 ദിവസം സർവീസ് നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ 12-629, 12-630 എന്ന നമ്പറിൽ വീണ്ടും ഒരു കർണാടക സമ്പർക്ക്രാന്തി സർവീസ് നടത്തുന്നുണ്ട്. ഇത് ആഴ്ചയിൽ 2 ദിവസം മാത്രമേ സർവീസ് നടത്തുന്നുള്ളൂ. അതുപോലെ തന്നെ ബാംഗ്ലൂർ ചണ്ഡീഗഡ് സമ്പർക്ക്രാന്തി എക്സ്പ്രസ് അഥവാ 22-685, 22-686 എന്ന നമ്പറിൽ സർവീസ് നടത്തുന്ന ഈ വണ്ടി ഹുബ്ബള്ളി വഴിയാണ് സർവീസ് നടത്തുന്നത്. അതുപോലെ തന്നെ സമ്പർക്ക്രാന്തിയിൽ ഏറ്റവും ചെറിയ ദൂരത്തിൽ ഓടുന്ന സമ്പർക്ക്രാന്തി എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡ് സമ്പർക്ക്രാന്തിയാണ്. 15-035, 150-36 ഓൾഡ് ഡൽഹിയിൽ നിന്ന് ഉത്തരാഖണ്ഡിലെ കത്ഗോം വരെ ഓടുന്ന വണ്ടിയാണ്. വെറും 277 കിലോമീറ്റർ മാത്രമേ സഞ്ചരിക്കുന്നുള്ളൂ. ആകെ 6 മണിക്കൂറും 40 മിനിറ്റും എടുത്തുകൊണ്ടാണ് ഈ വണ്ടി പൂർത്തിയാക്കുന്നത്. മറ്റേ റൂട്ടായ ഡൽഹി മുതൽ രാംനഗർ ഭാഗത്തേക്ക് ഈ ട്രെയിൻ വേർപിരിഞ്ഞു പോകുന്നുണ്ട്. ആ ദൂരം വെറും 239 കിലോമീറ്റർ ആണ്. അതുപോലെ തന്നെ സമ്പർക്ക്രാന്തിയിലെ ഏറ്റവും കുറഞ്ഞ ദൂരം ഓടുന്നത് ഈ വണ്ടിയാണ്. ഭൂരിഭാഗം സമ്പർക്ക്രാന്തി ട്രെയിനുകളും 1000 കിലോമീറ്ററിന് മുകളിൽ സഞ്ചരിക്കുമ്പോഴാണ് ഈ ട്രെയിൻ എത്രയും കുറഞ്ഞ ദൂരം സർവീസ് നടത്തുന്നത്. എന്നാൽ കേരളത്തിന്റെ വണ്ടിയായ കൊച്ചുവേളിയിൽ നിന്ന് ഇപ്പോഴത്തെ പുതിയ തിരുവനന്തപുരം നോർത്തിൽ നിന്ന് ചണ്ഡീഗഡിലേക്ക് പോകുന്ന 122-17, 122-18 ഈ വണ്ടിയാണ് ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കുന്ന സമ്പർക്ക്രാന്തി എക്സ്പ്രസ്, അഥവാ 3415 കിലോമീറ്റർ ആണ് സഞ്ചരിക്കുന്നത്. കേരളം, കർണാടക, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത്, രാജസ്ഥാൻ, ഹരിയാന, ഡൽഹി, പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു. മറ്റൊരു പ്രത്യേകത, ഈ വണ്ടി കൊങ്കൺ റൂട്ടിലാണ് സഞ്ചരിക്കുന്നത് എന്നും പ്രത്യേകതയുണ്ട്. അതുപോലെ തന്നെ ഇനി പഞ്ചാബിന്റെയും ഹരിയാനയുടെയും തലസ്ഥാനമായ ചണ്ഡീഗഡിലേക്കാണ് കേരളത്തിന്റെ സമ്പർക്ക്രാന്തി സഞ്ചരിക്കുന്നത്. ഇനി നമുക്ക് മുഴുവൻ സമ്പർക്ക്രാന്തികളുടെ ലിസ്റ്റ് ഒന്ന് പരിശോധിച്ച് നോക്കിയാലോ? ആകെയുള്ളത് വെറും 23 സമ്പർക്ക്രാന്തികളാണ്. ഒന്നാമതായിട്ടുള്ളത് കേരള സമ്പർക്ക്രാന്തി 12-239,
217, 12-218 കൊച്ചുവേളിയിൽ നിന്നും ചണ്ഡീഗഡ് വരെ സർവീസ് നടത്തുന്ന വണ്ടിയാണ്. ഇത് ഡൽഹി വഴിയാണ് പോകുന്നത്. രണ്ടാം സ്ഥാനത്ത് കർണാടക സമ്പർക്ക് ക്രാന്തി. ഇത് ഹൈദരാബാദിലെ കാച്ചിഗുഡ വഴിയാണ് സഞ്ചരിക്കുന്നത്. 12-649, 12-650 യശ്വന്തപുരം നിസാമുദ്ദീൻ സമ്പർക്ക് ക്രാന്തി എക്സ്പ്രസ്. മൂന്നാമതായിട്ട് വരുന്നത് കർണാടക സമ്പർക്ക് ക്രാന്തി തന്നെയാണ്. 12-629, 12-630 യശ്വന്തപുരം നിസാമുദ്ദീൻ സമ്പർക്ക് ക്രാന്തി. നാലാമത് കർണാടക സമ്പർക്ക് ക്രാന്തി തന്നെ. അത് കേരള സമ്പർക്ക് ക്രാന്തി പോകുന്നത് പോലെ ചണ്ഡീഗഡിലേക്കാണ് സർവീസ് നടത്തുന്നത്. 22-685, 22-686 എന്നീ നമ്പറിലാണ് സർവീസ് നടത്തുന്നത്. യശ്വന്തപുരം ചണ്ഡീഗഡിലേക്കാണ് സർവീസ്. അഞ്ചാമത്തത് ആന്ധ്രാപ്രദേശ് സമ്പർക്ക് ക്രാന്തി. 12-707, 12-708 തിരുപ്പതിയിൽ നിന്നും നിസാമുദ്ദീനിലേക്കാണ് സർവീസ്. ആറാമത് തെലങ്കാന സമ്പർക്ക് ക്രാന്തി. 12-753, 12-754 നിസാമുദ്ദീനിൽ നിന്നും ഹസൂർ സാഹിബ് നാന്ദേഡിലേക്കാണ് സർവീസ്. ഏഴാമത്തത് തമിഴ്നാട് സമ്പർക്ക് ക്രാന്തി. 12-651, 12-652 മധുരയിൽ നിന്നും നിസാമുദ്ദീനിലേക്കാണ് സർവീസ്. എട്ടാമത്തത് മഹാരാഷ്ട്ര സമ്പർക്ക് ക്രാന്തി. 12-907, 12-908 ബാന്ദ്ര ടെർമിനൽ അഥവാ മുംബൈയിൽ നിന്നും നിസാമുദ്ദീനിലേക്ക്. ഒമ്പതാമത് ഗുജറാത്ത് സമ്പർക്ക് ക്രാന്തി. 12-917, 12-918 അഹമ്മദാബാദിൽ നിന്നും നിസാമുദ്ദീനിലേക്ക്. പത്താമത് ഗോവ സമ്പർക്ക് ക്രാന്തി. 12-449, 12-450 മഡ്ഗാവിൽ നിന്നും ചണ്ഡീഗഡിലേക്ക്, അതും ഡൽഹി വഴി. 11മത് രാജസ്ഥാൻ സമ്പർക്ക് ക്രാന്തി. 12-463, 12-464 ജോധ്പൂരിൽ നിന്നും ഡൽഹി സരോരോഹില്ലയിലേക്ക്. 12 ബീഹാർ സമ്പർക്ക് ക്രാന്തി. 12-565, 12-566 ദർഭംഗയിൽ നിന്നും ന്യൂഡൽഹിയിലേക്ക്. 13 പശ്ചിമ ബംഗാൾ സമ്പർക്ക് ക്രാന്തി. 12-329, 12-330 സിയാൽദ അഥവാ കൊൽക്കത്തയിൽ നിന്നും ആനന്ദ് വിഹാറിലേക്ക്. 14 ഒഡീഷ സമ്പർക്ക് ക്രാന്തി. 12-819, 12-820 ഭുവനേശ്വറിൽ നിന്നും ആനന്ദ് വിഹാറിലേക്ക്. 15 ജാർഖണ്ഡ് സമ്പർക്ക് ക്രാന്തി. 12-825, 12-826 റാഞ്ചിയിൽ നിന്നും ആനന്ദ് വിഹാറിലേക്ക്. 16മത് മധ്യപ്രദേശ് സമ്പർക്ക് ക്രാന്തി. 12-121, 12-122 ജബൽപൂരിൽ നിന്നും നിസാമുദ്ദീനിലേക്ക്. 17 ചണ്ഡീഗഡ് സമ്പർക്ക് ക്രാന്തി. 12-823, 12-824 ദുർഗ് നിസാമുദ്ദീൻ സമ്പർക്ക് ക്രാന്തി. 18 ഉത്തർപ്രദേശ് സമ്പർക്ക് ക്രാന്തി. 12-447, 12-448 മണിപ്പൂർ ടു നിസാമുദ്ദീൻ. 19 ഉത്തർ സമ്പർക്ക് ക്രാന്തി. 12-445, 12-446 ന്യൂഡൽഹി ശ്രീമാതാ വൈഷ്ണവി കട്ട്. 20 ഉത്തരാഖണ്ഡ് സമ്പർക്ക് ക്രാന്തി. 150-35, 150-36 ഡൽഹി കത്ഗോം ലേക്ക്. 21 പൂർവോത്തര സമ്പർക്ക് ക്രാന്തി. 12-501, 12-502 ഗുവാഹട്ടി ന്യൂഡൽഹി. 22 ആസാം സമ്പർക്ക് ക്രാന്തി. 12-505, 12-506 ഗുവാഹട്ടിയിൽ നിന്നും ആനന്ദ് വിഹാറിലേക്ക്. ഹിമാചൽ സമ്പർക്ക് ക്രാന്തി. 19-479, 19-480 ഡൽഹിയിൽ നിന്നും ദൗലത്പൂർ ചൗക്കിലേക്ക്. ഇങ്ങനെയാണ് യാത്ര സമ്പർക്ക് ക്രാന്തികളുടെ ലിസ്റ്റ് ഉള്ളത്. ഞാൻ സഞ്ചരിച്ച 2 സമ്പർക്ക് ക്രാന്തികളുടെ പേര് പറയുകയാണെങ്കിൽ 12-217, 12-218 കൊച്ചുവേളിയിൽ നിന്നും ചണ്ഡീഗഡിലേക്ക് പോകുന്ന സമ്പർക്ക് ക്രാന്തിയിൽ കാസർഗോഡിൽ നിന്നും ഡൽഹിയിലേക്ക് ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്. ആ സമയത്ത് ബാത്റൂമുകളൊന്നും വലിയ വൃത്തിയില്ലെങ്കിലും ഇരിക്കാനുള്ള സീറ്റുകൾ കാസർഗോഡ് നിന്ന് കയറിയത് കൊണ്ട് എനിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ പോയ മറ്റൊരു സമ്പർക്ക് ക്രാന്തിയാണ് ഉത്തർ സമ്പർക്ക് ക്രാന്തി. 12-445, 12-446 ന്യൂഡൽഹിയിൽ നിന്നും ശ്രീമാതാ വൈഷ്ണവി കട്ടറയിലേക്ക്. ഈ വണ്ടിയെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കുറവ് ജനറലും സ്ലീപ്പറുമുള്ള ഒരു വണ്ടിയാണ്. കൂടുതലും തേർഡ് എസിയും AC കാറ്റഗറിയാണ്. ഈ വണ്ടിയിൽ ഞങ്ങൾ അന്ന് പോകുമ്പോൾ ജനറൽ ടിക്കറ്റ് എടുത്ത് സ്ലീപ്പറിലാണ് സഞ്ചരിച്ചത്. കാരണം ജനറലിലും തിരക്കായിരുന്നു, സ്ലീപ്പറിലും തിരക്കായിരുന്നു. ബുദ്ധിമുട്ടിയിട്ടാണ് ഞങ്ങൾ യാത്ര നടത്തുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ മുഴുവൻ സമ്പർക്ക് ക്രാന്തികളെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു കാറ്റഗറിയിലുള്ള അഥവാ ഓരോ ട്രെയിൻ സെറ്റിനെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ
കമന്റിലൂടെ രേഖപ്പെടുത്തണം. എന്നാൽ മാത്രമേ ഇതുപോലത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പുതിയ രാജധാനിയുമാ തേജസ്സും അങ്ങനെ തുടങ്ങി എക്സ്പ്രസ്, സൂപ്പർഫാസ്റ്റ് അതേപോലെ ഒരുപാട് വണ്ടികളുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. അപ്പോൾ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോയുമായി വരുന്നതിന് ബായ്.